Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് കോൺകേവ് മിററുമായി ബന്ധപ്പെട്ട ഈ ഫിസിക്സ് ചോദ്യം പരിഹരിക്കാം. ഭാഗം എ ഫോക്കസ് ദൂരം 12 സെന്റിമീറ്റർ ഉള്ള ഒരു കോൺകേവ് മിററിന് മുന്നിലായി ഒരു വസ്തു വെച്ചിരിക്കുന്നു. പോളിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം 8 സെന്റിമീറ്റർ ആണെങ്കിൽ മിറർ സമവാക്യം ഉപയോഗിച്ച് പ്രതിബിംബത്തിന്റെ സ്ഥാനം കണ്ടെത്തുക. കൂടാതെ ഇത് സാധൂകരിക്കാൻ ഒരു റേ ഡയഗ്രം വരയ്ക്കുക. നമുക്ക് ഭാഗം എ പരിഹരിക്കാം. മിറർ സമവാക്യം 1/f സമം 1/v അധികം 1/u. നൽകിയിരിക്കുന്നത് ഫോക്കസ് ദൂരം f സമം -12 സെന്റിമീറ്റർ. വസ്തുവിലേക്കുള്ള ദൂരം u സമം -8 സെന്റിമീറ്റർ. v കണ്ടെത്താനായി സമവാക്യം ക്രമീകരിക്കാം. 1/v സമം 1/f കുറയ്ക്കണം 1/u. വിലകൾ നൽകുമ്പോൾ 1/-12 കുറയ്ക്കണം 1/-8. ചിഹ്നങ്ങൾ ലഘൂകരിച്ചാൽ -1/12 അധികം 1/8. ലസാഗു 24 ലഭിക്കാൻ ആദ്യത്തേതിനെ 2 കൊണ്ടും രണ്ടാമത്തേതിനെ 3 കൊണ്ടും ഗുണിക്കുക. അപ്പോൾ -2/24 അധികം 3/24. അംശങ്ങൾ കൂട്ടിയാൽ -2 അധികം 3/24. ഇത് ലഘൂകരിച്ചാൽ 1/24 എന്ന് ലഭിക്കും. ഇതിന്റെ വ്യുൽക്രമം എടുത്താൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം v സമം +24 സെന്റിമീറ്റർ. പോസിറ്റീവ് ചിഹ്നം സൂചിപ്പിക്കുന്നത് മിററിന് പിന്നിലായി ഒരു മിഥ്യാപ്രതിബിംബം രൂപപ്പെടുന്നു എന്നാണ്. റേ ഡയഗ്രം ശ്രദ്ധിക്കൂ. വസ്തു പോളിനും ഫോക്കസിനും ഇടയിലായതിനാൽ പ്രതിപതിച്ച രശ്മികൾ അകന്നുപോകുന്നു. അവയെ പിന്നിലേക്ക് നീട്ടുമ്പോൾ മിററിന് പിന്നിലായി മിഥ്യയും നിവർന്നതും വലുപ്പമേറിയതുമായ പ്രതിബിംബം രൂപപ്പെടുന്നു. ഇനി നമുക്ക് ചോദ്യമായ ഭാഗം ബി നോക്കാം. ഒന്നാമത്തെ ഭാഗം. ഒരു മിറർ രൂപപ്പെടുത്തിയ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ്. ആവർത്തനം -1 ആണ്. പ്രതിബിംബം മിററിൽ നിന്നും 30 സെന്റിമീറ്റർ അകലെയാണെങ്കിൽ വസ്തു എവിടെയാണ് വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഉത്തരം ന്യായീകരിക്കുക. നൽകിയിരിക്കുന്നത് ആവർത്തനം m സമം -1. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം v സമം -30 സെന്റിമീറ്റർ. ആവർത്തനം കാണാനുള്ള സമവാക്യം നമുക്കറിയാം. m സമം -v/u. വിലകൾ നൽകുമ്പോൾ -1 സമം -30/u. u കണ്ടെത്താനായി ക്രമീകരിക്കാം. u സമം -30/-1. അതായത് u സമം -30 സെന്റിമീറ്റർ. അതായത് വസ്തു മിററിൽ നിന്നും 30 സെന്റിമീറ്റർ അകലെയാണ് വെച്ചിരിക്കുന്നത്. ഒരേ വലിപ്പമുള്ള യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം ലഭിക്കണമെങ്കിൽ വസ്തു കൃത്യമായി വക്രതാ കേന്ദ്രം സിയിൽ വെക്കണം. ഇനി ഭാഗം ബിയിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. വസ്തുവിനെ മിററിന് നേരെ 15 സെന്റിമീറ്റർ നീക്കിയാൽ പ്രതിബിംബം എവിടെയായിരിക്കും? ഉത്തരം സാധൂകരിക്കാൻ പുതിയ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി റേ ഡയഗ്രം വരയ്ക്കുക. പ്രതിബിംബം വക്രതാ കേന്ദ്രത്തിൽ രൂപപ്പെടുന്നതിനാൽ വക്രതാ ആരം r -30 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഫോക്കസ് ദൂരം f r-ന്റെ പകുതിയായ -15 സെന്റിമീറ്റർ ആയിരിക്കും. വസ്തു മിററിന് നേരെ 15 സെന്റിമീറ്റർ നീക്കിയാൽ പുതിയ ദൂരം u' സമം -30 അധികം 15. അതായത് -15 സെന്റിമീറ്റർ. ഇപ്പോൾ വസ്തു പ്രധാന ഫോക്കസിലാണ് ഉള്ളത്. പുതിയ പ്രതിബിംബ ദൂരം കണ്ടെത്താൻ മിറർ സമവാക്യം ഉപയോഗിക്കാം.
1 ഹരിക്കണം വി ഡാഷ് സമം 1 ഹരിക്കണം എഫ് കുറയ്ക്കണം 1 ഹരിക്കണം യു ഡാഷ്. വിലകൾ നൽകുമ്പോൾ 1 ഹരിക്കണം -15 കുറയ്ക്കണം 1 ഹരിക്കണം -15. ഇത് ലഘൂകരിച്ചാൽ 0 ലഭിക്കും. വ്യുൽക്രമം എടുത്താൽ വി ഡാഷ് സമം 1 ഹരിക്കണം 0. അതായത് വി ഡാഷ് അനന്തതയിൽ ആണ്. റേ ഡയഗ്രം നോക്കൂ. വസ്തു ഫോക്കസിലായതിനാൽ പ്രതിപതിച്ച രശ്മികൾ സമാന്തരമാണ്, അതായത് പ്രതിബിംബം അനന്തതയിലാണ് രൂപപ്പെടുന്നത്. നന്ദി. ഹാപ്പി ലേണിംഗ്.